ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ ഡൽഹിയിലെ കത്തീഡ്രൽ ദേവാലയമാണ് റിഡംഷൻ പള്ളി. രാഷ്ട്രപതി ഭവന്റെ വളരെ അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ വൈസ്രോയി പള്ളി എന്നും പറയാറുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന വൈസ്രോയിമാർ അവരോടൊപ്പമുള്ളവർ ആരാധനയ്ക്കായി പോയിരുന്നത് ഈ പള്ളിയിലാണ്. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം അത് CNAയുടെ കത്തീഡ്രൽ ദേവാലയമായി മാറി. അവിടെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ക്രിസ്മസുമായി ബന്ധപ്പെട്ട് പ്രഭാത പ്രാർത്ഥനയ്ക്ക് എത്തിയത്. ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനുള്ള ഒരു വേദിയായിട്ട് ഈ ദേവാലയത്തെ തിരഞ്ഞെടുത്തത്. 2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഗോൾഡാക്കാന പള്ളിയിൽ ഈസ്റ്റർ ശുശ്രൂഷകളിൽ പങ്കെടുത്തിരുന്നു. അന്നത്തെ ആ ചടങ്ങിനും ഇതുപോലെ ഒരു പശ്ചാത്തലമാണ് ഉണ്ടായിരുന്നത്. കാലാകാലങ്ങളിലായിട്ട്, വർഷങ്ങളിലായിട്ട് ഡൽഹിയിലെ തെരുവുകളിൽ നടക്കുന്ന കുരിശിന്റെ വഴി എന്ന് പറയുന്ന ആ പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് ഗോൾഡാക്കാന പള്ളിയിൽ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിലെത്തി നമ്മുടെ പ്രധാനമന്ത്രി ഈസ്റ്ററുമായി ബന്ധപ്പെട്ട തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തത്. റിഡംഷൻ ദേവാലയത്തിലേക്കുള്ള നമ്മുടെ മോദിജിയുടെ വരവും പോക്കും ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു കേട്ടോ. എന്തൊരു ഭക്തി, എന്തൊരു ആദരവ്! യേശുവിൻ്റെ സന്ദേശങ്ങൾ അല്ലെങ്കിൽ യേശു പഠിപ്പിച്ചതൊക്കെ ജീവിതത്തിൽ കൃത്യമായിട്ട് അനുവർത്തിക്കുന്ന ഒരു ഭക്തനാണ് മോദി എന്ന് നമുക്ക് തോന്നിപ്പോകുമായിരുന്നു.